ജീവനില്ലാത്ത നിർജീവ വസ്തുക്കൾ പോലും ഈ ജൂതനെ കൊല്ലണം എന്ന് വിളിച്ചു പറയുന്ന വിധം ക്രൂരന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള ആ ജനത അങ്ങനെ തന്നെ വെളിപ്പെടുകയും അരുങ്കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അവസാന കാലത്ത് വരാനിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം പുലരണമെങ്കിൽ ഇവരെ കൊല്ലേണ്ടവരാണെന്ന് ലോകത്തിന് ബോധ്യമുണ്ട്, ഇവർ കരുണ അർഹിക്കാത്തവരാണെന്ന് ലോകത്തിന് ബോധ്യമുണ്ട്. അതിനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവർ ഈ ചെയ്യുന്ന എല്ലാ തോന്യാസങ്ങളും ക്രൂരതകളും. ജീവനില്ലാത്ത നിർജീവ വസ്തുക്കൾ പോലും ഈ ജൂതനെ കൊല്ലണം എന്ന് വിളിച്ചു പറയുന്ന വിധം ക്രൂരന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള ആ ജനത അങ്ങനെ തന്നെ വെളിപ്പെടുകയും അരുങ്കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അവസാന കാലത്ത് വരാനിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം പുലരണമെങ്കിൽ ഇവരെ കൊല്ലേണ്ടവരാണെന്ന് ലോകത്തിന് ബോധ്യമുണ്ട്, ഇവർ കരുണ അർഹിക്കാത്തവരാണെന്ന് ലോകത്തിന് ബോധ്യമുണ്ട്. അതിനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവർ ഈ ചെയ്യുന്ന എല്ലാ തോന്യാസങ്ങളും ക്രൂരതകളും. അപ്പൊ ആ ക്രൂരതകളൊക്കെ ചാകാൻ നേരത്തുണ്ടല്ലോ ഒരു പെടക്കല് മറ്റേ ആള് വന്നപ്പോ പൊടിച്ചിട്ട് കണ്ട് പോകുന്ന ആ ജാതിയിലുള്ള മരണപ്പെടുത്തത്തിന്റെ നിരക്കുള്ള ഒരു പെടക്കലായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതങ്ങനെ തന്നെ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും അടങ്ങുന്ന അറേബ്യൻ ജനത താമസിച്ചിരുന്ന ഈ ഫലസ്തീന്റെ മണ്ണില് എവിടെ നിന്നൊക്കെയോ ഹിറ്റ്ലറുടെ കാലത്ത് കൊന്നു തൊലച്ചിട്ടുള്ള ഈ കൗമിന്റെ എയിലെപ്പോ ആട്ടിപ്പായിക്കപ്പെട്ടുള്ള ഈ കൗമ് അവിടെ വന്നെത്തിങ്ങാണ്ടിൽ കൂടിയപ്പോ അവരെ പോറ്റേണ്ട ബാധ്യത അമേരിക്കക്കുണ്ടായി. കാരണം അമേരിക്കയിൽ ഒരുപാട് ജൂതന്മാരുണ്ട്. ആ ജൂതന്മാരുടെ വോട്ട് കിട്ടാതെ അമേരിക്കയിൽ ഒരാൾക്ക് പ്രസിഡന്റ് ആക്കാൻ കഴിയില്ല. അമേരിക്കയിലെ പ്രസിഡന്റ് വലിയ ചക്രവർത്തി തന്നെയാണ്. കാരണം വലിയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ല, പ്രസിഡന്റിനെ അടുത്ത് പോകും. അപ്പൊ ആ പ്രസിഡന്റിന്റെ പവർ കിട്ടണമെങ്കിൽ ജൂതന്മാരുടെ വോട്ട് കിട്ടണം. അപ്പൊ ജൂതന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ജൂതന്മാർ പറയുന്നതൊക്കെ കേൾക്കേണ്ട ഒരു ബാധ്യതയും അവർക്ക് അടിമത്വത്തോടുകൂടെ നിൽക്കേണ്ട ഒരു ബാധ്യതയും അമേരിക്കൻ പ്രസിഡന്റിന് എന്നുണ്ട്. അതാണ് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പോയ ജോ ബൈഡൻ അവിടെ പോയിട്ട് ഉസാറായിട്ടും ഘടന പോയിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കുണ്ട്. ആ അമേരിക്കക്ക് അവരെ അവിടെ പ്രതിഷ്ഠിക്കണം. ബ്രിട്ടന്റെ കയ്യിലാണ് അക്കാലത്ത് ഈ സ്ഥലമുള്ളത്, കോളനിയാണ് ബ്രിട്ടൻ. നമ്മുടെ ഇന്ത്യ അവരുടെ കയ്യിലായിരുന്നു. അതിന് 47-ലെ നമുക്ക് രാജ്യം വിട്ടിരുന്ന് പോകുന്നത്. അതേമാതിരി ആ 47-ഒക്കെ ഈ ഫലസ്തീന്റെ ഭൂമി ബ്രിട്ടന്റെ കയ്യിലാണ്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയാൻ അങ്ങനെയാണ്. മുഴുവനും കൂടി ഒരു കൈയടക്കി വെച്ചാൽ എന്താ കാട്ടുന്നത്? ഈ ബ്രിട്ടന്റെ ഭൂമി കൈവശമുള്ള അതായത് സ്വാതന്ത്ര്യം നൽകേണ്ട ഈ കൗമിനെ ഇന്ത്യ വിഭജിച്ചതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് വിഭജിച്ചതിന് എന്തെല്ലാം തിട്ടൂരാ കാട്ടിയത്, എന്തെല്ലാം തന്ത്രാ പറ്റിയത് എന്ന് വെച്ചാൽ ആ തന്ത്രം തന്നെ പയറ്റിക്കൊണ്ടാണ് അവർ അവിടെ ചെയ്തത്. അങ്ങനെ വന്ന ജൂതന്മാർക്ക് അവിടെ പ്രദേശമാക്കി കൊടുത്ത് അവർക്കൊരു പ്രദേശം, നിലവിലുള്ള ആൾക്കാർക്ക് വെസ്റ്റ് ബാങ്കും ഇന്നത്തെ ഫലസ്തീൻ എന്ന ഭൂപ്രദേശം മറ്റൊക്കെ ഉള്ള ഇപ്പൊ ഈ ഗസ എന്ന പ്രദേശമൊക്കെ ഉള്ള ഭാഗം നിശ്ചയിച്ചതിൽ 60% ജൂതന്മാർക്കും 40% ഈ അറബികൾക്കും ആക്കിയാ വെച്ച്. ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ജൂതന്മാർ അത്ര വന്നിട്ടില്ല. എവിടുന്നെല്ലാം കൂടി വന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് കൂടി പോയിക്കൊണ്ട് ജൂതന്മാരോട് താമസിക്കാൻ ഈ പോയ കാലത്ത് 48-ൽ പോയ കാലത്ത്. അങ്ങനെ ചെന്ന ജൂതന്മാർക്ക് ജനസംഖ്യ പോലും നോക്കാതെ 60% ഭൂമി അന്നത്തെ യുനോയുടെ തീരുമാനപ്രകാരം, അതായത് UN എന്ന് പറയുന്നത് അതിന്റെ നിയമപ്രകാരം തീരുമാനപ്രകാരം ഓൾഡാക്കിയിട്ട് അതിന്റെ രാഷ്ട്രം അവിടെ സ്ഥാപിക്കുകയാണ്. നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് കണ്ട് ഏതെങ്കിലും ഒരു കൂട്ടരെ ഇപ്പിച്ചിട്ട് ഓല രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് അക്രമല്ലാതെയാകും, അനീതിയില്ലാതെയാകും. ഈ അക്രമം ഒരു ന്യായവും അവകാശവും ഇല്ലാത്ത ഒരു വിഭാഗത്തെ ഒരു രാഷ്ട്രമാക്കിയത് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ട് പറയുന്ന UNOയും അതിനു വേണ്ടിയിട്ട് ബ്രിട്ടനും അമേരിക്കയും പയറ്റിയിട്ടുള്ള തന്ത്രമാണ്. അമേരിക്കക്കാർക്ക് അതിന് വലിയ കാര്യം ഉണ്ടാവും. കാരണം ആ ജൂതന്മാരൊക്കെ ബെടുക്കാക്കിയാല് ഓല ശല്യം അമേരിക്കക്ക് ഒഴിവാക്കാലോ, ബൽഭാഗത്തേക്കാക്കിയാല്. എവിടെ ഉണ്ടോ ഈ ജനത, ഈ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഐറ്റക്ക് അവരെന്നെ സ്വർഗത്ത് കിടക്കുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തില് നോക്കങ്ങള് ഓരെന്നെ സ്വർഗത്ത് കിടക്കുള്ളൂ. ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ലേ അത്? നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഹു, ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരും ഇഷ്ടക്കാരാ, സ്വർഗം ഞങ്ങൾക്കുള്ളതാണ്. ഫാരൂന യദുഖുൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ജൂതനായാലേ സ്വർഗത്ത് കിടക്കുള്ളൂ എന്നാ ഓര് പറയുന്നത്. അങ്ങനെയുള്ള അള്ളാന്റെ ആൾക്കാരിൽ നിന്ന് അവകാശപ്പെടുന്ന അവര് അക്രമമല്ലാതെ ജീവിതത്തിൽ ഒന്നും ചെയ്തവരില്ല എന്ന് ലോകം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ തന്നെ കണ്ടൂടെ, ആംബുലൻസിന്, ആശുപത്രിക്ക്, ചെറിയ ചെറിയ കുട്ടികൾക്ക് വല്ല കരുണയുമുള്ള മനസ്സാണോ അവർക്ക്? ആ നിലക്ക് കരുണ അർഹിക്കാത്ത ഒരു കൂട്ടരും കരുണയില്ലാത്ത ഒരു കൂട്ടരുമാണ് ആ കൂട്ടരെന്നും മറ്റുള്ളവരുടെ കരുണ. മല്ലാ യർഹം ലാ യുർഹം,
റഹ്മത്ത് ഇല്ലാത്തവന് റഹ്മത്ത് അർഹിക്കുന്നുമില്ല, റഹ്മത്ത് അവരോട് അങ്ങോട്ടും പെരുമാറൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അതിന്റെ യാഥാർത്ഥ്യം ശരിപ്പെടാൻ ഇൻഷാ അല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അവതരണത്തിന് ശേഷം, ഇറക്കത്തിന് ശേഷം ജൂതന്മാര് മുഴുവൻ കൊല്ലപ്പെടുകയും ജൂതന്മാരെന്ന് പറയുന്ന ഒരൊറ്റ കുട്ടി ഭൂമി മണ്ണിൽ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് ഹദീസ് ശരീഫുകൾ പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനം യാഥാർത്ഥ്യമാകാൻ ഒരു മരം പെട്ടെന്ന് പിളർന്നു കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി നിൽക്കാൻ, അല്ലെങ്കിൽ മരത്തിന്റെ എവിടെയെങ്കിലും പൊത്തിന് ഇവർ പോയി ഒളിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് മരം പറയും, ഇതാ യഹൂദൻ, ഒരു ജൂതൻ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിറക്കുന്നുണ്ട്, ഇവരെ കുടിച്ചോളിയെന്ന് മരം പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതായത് ജീവനില്ലാത്ത നിർജീവ വസ്തുക്കൾ പോലും ഈ ജൂതനെ കൊല്ലണം എന്ന് വിളിച്ചു പറയുന്ന വിധം ക്രൂരന്മാരും തുഷ്ടന്മാരുമായിട്ടുള്ള ആ ജനത അങ്ങനെ തന്നെ വെളിപ്പെടുകയും അരുങ്കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അവസാന കാലത്ത് വരാനിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം പുലരണമെങ്കിൽ ഇവരെ കൊല്ലേണ്ടവരാണെന്ന് ലോകത്തിന് ബോധ്യാണ്ട്, ഇവർ കരുണ അർഹിക്കാത്തവരാണെന്ന് ലോകത്തിന് ബോധ്യാണ്ട്. അതിനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവർ ഈ ചെയ്യുന്ന എല്ലാ തോന്യാസങ്ങളും ക്രൂരതകളും. അപ്പൊ ആ ക്രൂരതകളൊക്കെ ചാകാൻ നേരത്തുണ്ടല്ലോ ഒരു പെടക്കല്, മറ്റേ ആള് വന്നപ്പോ പൊടിച്ചിട്ട് കണ്ട് പോകുന്ന ആ ജാതിയിലുള്ള മരണപ്പെടുത്തത്തിന്റെ നിരക്കുള്ള ഒരു പെടക്കലായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹു തആല കുറെ അക്രമികളാലും കുറെ ക്രൂരന്മാരാലും കുറെ ആളുകളെയും കുട്ടികളെയൊക്കെ ആക്കുന്നത്, അതിലൊക്കെ അള്ളാഹുവിന് ചില ഹിക്മത്തുകൾ ഉണ്ടാവുമല്ലോ. ആ ഹിക്മത്തുകൾ പ്രകാരം ഷഹാദത്തിന്റെ മരണം കിട്ടാന്, അവരുടെ പിൻഗാമികൾക്ക് ആ രക്തസാക്ഷിത്വത്തെ വലിപ്പം കിട്ടാന്, പിന്നെ പൊതുവിൽ തന്നെ പറയപ്പെടുന്നൊന്നില്ലേ, ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരാളും 1000 പേര് ഉയരുന്നു. ഒരു തുള്ളി ചോര ഷഹീദായി പോയാൽ അതിന് 1000 പേരാ ഉയരുക എന്ന് പറയുന്നത് ഈ ഒന്നും തീരുവില്ല. ഒരു തുള്ളി ചോരക്ക് ബദൽ 1000 ആള് ജനിക്കുന്നല്ലേ ഇവിടെ സോഷ്യലിസ്റ്റുകളൊക്കെ പാടുന്ന ആ മുദ്രാവാക്യത്തിലൊക്കെ പറയുന്ന സംഭവം. അതൊക്കെ ശരി തന്നെയാണ്. രക്തസാക്ഷികൾ ഉണ്ടായാൽ ഈമാനുള്ള ആളുകൾ അതിൽ നിന്ന് ഉയർകൊള്ളും. അതിന്റെ ഒക്കെ പേരിൽ അള്ളാഹു ഹിക്മത്ത് പ്രകാരം ചെയ്യുന്നതായിരിക്കാം ഇവിടെയുള്ള ആ നരനാട്ടുകൾക്കുള്ള അവസരങ്ങൾ. ഇൻഷാ അല്ലാഹ് ജൂതന്മാർ ഒന്നില്ലാതെ കൊല്ലപ്പെടുന്ന അവസ്ഥ വരുമെന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം സത്യമാണ്. അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. അവിടുന്ന് പ്രവചിച്ചതെല്ലാം പുലർന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നതെല്ലാം പുലരുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, സത്യവിശ്വാസികൾ. അതിന്റെ മുൻപിൽ കാണിക്കപ്പെടുന്ന ക്രൂരതകളാണ് ഈ ക്രൂരതകളൊക്കെ. അതിലൊരിക്കലും അതിന്റെ പക്ഷത്ത് നിൽക്കാൻ നീതിയുള്ള ഒരാൾക്ക് കഴിയില്ല. ഹമാസ് അവിടെ പോയി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരന്തരമായി ചെയ്യാണ്. ആ അന്നത്തെ പ്രദേശത്തിൽ നിന്നു തന്നെ വീണ്ടും വീണ്ടും വെട്ടിപ്പിടിച്ച് ഒരു യുദ്ധത്തിന്റെ ഹേതുണ്ടാക്കും, എന്നിട്ട് യുദ്ധത്തിന് വെട്ടിപ്പിടിച്ച് ഒന്നായിട്ട് എടുക്കും. അമേരിക്ക ഒക്കെ ഒന്നായിട്ട് പോയി പേടിപ്പിച്ചു. ഇത് പാവങ്ങൾ വെറും കല്ലെറിഞ്ഞുകൊണ്ടും കല്ലും ചെറിയ പേടിയൊക്കെ അല്ലേ പോലെ കയ്യിലുള്ളത്. അങ്ങനത്തെവരുടെ പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കുകയാണ്. ഇനിയിപ്പൊ തന്നെ ഈ ക്രൂരത കാട്ടിനിടക്കും പറയുന്നത് തെക്കൻ ഓസിന്ന് വടക്കൻ ഓസിക്ക് പോകണം, അപ്പോട്ട് മാറണം, ഇങ്ങോട്ട് മാറണം എന്നുണ്ട്. ഈ മണ്ണൊക്കെ ഞങ്ങൾക്ക് പിടിച്ചാൽ തന്നെ അർത്ഥം. ബിൽഡിങ്ങുകളൊക്കെ പോയാൽ ഓർക്ക് വല്ല ചെയ്തുണ്ടോ? പിന്നെ അമേരിക്കയും ഓല സമ്പന്നരാണ്. ആ സമ്പന്നരെല്ലാം കൂടിയിട്ട് ഈ നാടും നഗരമൊക്കെ ഇഞ്ഞു ഹയാത്താക്കൂലേ, നഗരമാക്കി തന്നെ പെട്ടെന്ന് മാറ്റൂലേ. അപ്പൊ പെട്ടെന്ന് അതൊക്കെ മാറ്റിയിട്ട് തങ്ങളുടെ ഭൂമികയാക്കി വിശാലമാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൂരതകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇരയായിട്ടുള്ള ആളുകൾ ഇടക്കിടക്ക് പ്രതികരിക്കും. ഇവിടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ സമരങ്ങളെയും അത് അക്രമമാണ്, തീവ്രതയാണ്, ഭീകരതയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനല്ലേ വട്ട്. അവനാരും പറയാറില്ല. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വേണ്ടത് ചെയ്തു എന്നല്ലേ എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്തോക്കെ. അപ്പൊ അങ്ങനെ വല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ സ്വാതന്ത്ര്യ സമരം ജയിക്കുള്ളൂ. അപ്പൊ അതേ രീതിയിൽ ഹമാസ് അടക്കമുള്ള ആ മണ്ണിന്റെ ആളുകൾ അവരുടെ അവകാശങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വല്ലതും ചെയ്തിട്ടുണ്ടാവും. അറേബികളടക്കം അമേരിക്കന്റെ കൂടെ കൂടി ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാക്കുന്നു. നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ സൗദിയും ഖത്തറും അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രത്യേകം ലോകത്ത് അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളൊക്കെ തന്നെയും അതിന്റെ കൂടെ കൂടുന്നു. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ അവഗണിക്കപ്പെട്ടു പോകും എന്ന ഒരു രീതിയിൽ അവർ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വല്ല പരിശ്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രതികരണം എന്ന നിലക്ക് മാത്രമേ കാണാവൂ. അവരേൽക്കുന്ന, അവരിരയാകുന്ന ക്രൂരതകളോടുള്ള പ്രതികരണം. ഈ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തത് ഭീകരതയാണ്, തീവ്രതയാണ് എന്ന് പറയാൻ ചരിത്രം വായിക്കുന്ന ആർക്കും കഴിയില്ല.
ഇവിടുത്തെ ഇടതുപക്ഷ വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇത് മുമ്പേ പറയുന്നുണ്ട്, അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നട്ടലോടുകൂടെ ഈ രാജ്യത്ത് പറയാൻ അവരെ ഇപ്പോ ആ വിഷയത്തിൽ മുസ്ലിങ്ങൾ എന്ന നിലക്കുള്ളവരല്ലാതെ നിലക്ക് കാണാനുള്ളൂ. അത് ചരിത്രം വായിക്കുന്നവരൊക്കെ പറയും. രാജ്യത്ത് ഗാന്ധിജി അങ്ങനെ തന്നെയാ പറഞ്ഞു. ഗാന്ധിജിയുടെ ഒരു പ്രയോഗം തന്നെ ഉണ്ട്, ഓൽക്ക് രാഷ്ട്രം വേണമെങ്കിൽ ആകാശത്താ തിരേണ്ടത്, ഓൽക്ക് രാഷ്ട്രം വേണമെങ്കിൽ ആകാശത്താ തിരേണ്ടത് രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് ഈ ഒരു ജനതയുടെ ഭൂമിയിൽ കൊണ്ടുവന്ന് ഇസ്രായേലിന്റെയും ജൂതന്മാരുടെയും രാഷ്ട്രം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന്. ഏറ്റവും അവസാനത്തിന് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഈ രാജ്യം ഭരിച്ചിരുന്നത് വാജ്പേയി ആണ്. അന്ന് വാജ്പേയിന്റെ ലെവലിൽ വന്നപ്പോഴും അന്ന് അദ്ദേഹവും പറഞ്ഞത് പലസ്തീൻ മണ്ണ് പലസ്തീനുകളുടെ തന്നെയാണ് എന്നാണ് അദ്ദേഹം അടക്കം പറഞ്ഞത്. അപ്പൊ അവരടക്കം പറഞ്ഞിരുന്നത് ഏതിനാണ്? ഇപ്പോൾ തന്നെ രാജ്യത്തിന്റെ പിന്തുണ ഒന്നായിട്ടും രാജ്യ ജനത ഒന്നായിട്ട് ഇസ്രായേലിന്റെ കൂടെ കയറുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അയാളെ പൂതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പൂതി പറഞ്ഞപ്പം നമ്മളെ വിദേശകാര്യ വകുപ്പ് പറയുന്നത് ഫലസ്തീനുകളോട് കൂടെയുള്ള ഫലസ്തീൻ നയത്തിനൊരു മാറ്റമല്ല. അപ്പൊ ഇത് രാജ്യത്തിന്റെ ഒരു രീതിയാണ്. ആ രീതിക്ക് അപ്പുറമായിട്ട് പറയേണ്ടി വരുന്ന ഒരു തരം മുസ്ലിമീങ്ങൾ മറുഭാഗത്തായതുകൊണ്ടും ഫലസ്തീനിലെ ഭൂരിപക്ഷവും മുസ്ലിമീങ്ങളായതുകൊണ്ടും അവരോട് തോന്നുന്ന ഒരു വൈരവും ദേഷ്യവും ഇസ്ലാം ജയിച്ചു മുന്നേറിക്കൊണ്ട് ഇസ്ലാമിന്റെ പ്രചാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ നടക്കുന്നത് കൊണ്ട് അറിഞ്ഞും പഠിച്ചും ഒരു മതത്തിലേക്ക് ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിലേക്കാണ് എന്നതുകൊണ്ട് ഇസ്ലാമോഫോബിയ വളരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നുണകൾ പ്രചരിക്കുന്നു. ആ നുണകൾ തന്നെ വാർത്തയാകുന്നു, അവ തന്നെ ചരിത്രമാകുന്നു. ആ ചരിത്രം മാത്രമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. പഴയ ചരിത്രങ്ങളൊക്കെ എല്ലാവരും വിസ്മരിപ്പിക്കുന്നു. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫലസ്തീന്റെ ചരിത്രത്തിൽ അത് ഫലസ്തീന്റെ മണ്ണാണ്, ഫലസ്തീനികളുടെ മണ്ണാണ്. ജൂതന്മാർ ഇവിടെ കുടിയേറിയവരാണ്. അവരുടെ നിപ്പ് അധിനിവേശമാണ്. ആ അധിനിവേശത്തെ പിന്തുണക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വൻശക്തികൾ ചെയ്തത്. ആ അക്രമത്തെ അക്രമമായി തന്നെയാണ് വിശ്വാസികൾ കാണേണ്ടത്. അതിന് ഇരയായിട്ടുള്ള ആളുകൾ അവരുടെ ആ ശരിയായ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെല്ലാം അവരുടെ പ്രതികരണങ്ങളും ന്യായമായ സമരങ്ങളുമായി മാത്രമേ വിശ്വാസികൾക്ക് കാണാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിപ്രായം ചരിത്രം വായിക്കുന്നവർക്ക് അങ്ങനെ സാധിക്കൂ. അവിടുത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അവർ കൊണ്ടുപോയി സ്ഥാപിച്ച ആ രാഷ്ട്രം അവിടുന്ന് ഇല്ലാതെയാക്കുക. ഇസ്രായേൽ എന്നറിയുന്ന രാഷ്ട്രം ഇല്ലാതെയാക്കുക. പഴയ ഫലസ്തീൻ പുനഃസ്ഥാപിക്കുക. അതാണ് പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം. അത് ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ, അവസാനം ഒന്നുമില്ലെങ്കിൽ ഇസ്ലാമിക ഭരണം മാത്രം ലോകത്ത് വരുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആ ഭരണത്തിലെങ്കിലും അത് സംഭവിക്കും. നമുക്ക് പ്രത്യാശിക്കാം, കാത്തിരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.